ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബറിന്റെ മിറർ ടാസ്ക് സെഗ്മെന്റ് ആയിരുന്നു ഇപ്പൊ ലൈവിൽ നടന്നത്. അക്ബർ വളരെ മികച്ച രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിച്ചു കേട്ടോ. അക്ബർ ഈ സീസണിലെ ഒരു ഭയങ്കര ശക്തനായ ഒരു മത്സരാർത്ഥിയാണ് എന്ന് പലപ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു ശക്തൻ എന്നുള്ള ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചു, ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ. യു ആർ ഗ്രേറ്റ് അക്ബർ, യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാണ് അക്ബർ സംസാരിച്ചത്. പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അതൊരു വളരെ വിശിഷ്ടമായ അതുല്യമായ ഒരു നേട്ടമായിട്ടൊക്കെ അക്ബർ പറയുന്നുണ്ട്. അത് കറക്റ്റ് കാര്യമാണ്. ഒരു പ്ലേ ബാക്ക് സിംഗർ ഇവിടം വരെ എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സീസൺ 5 എനിക്ക് തോന്നുന്നു റിനോഷ് ആയിരുന്നു ഇച്ചിരിയെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ വന്ന ഒരു വ്യക്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറാണ് ഈ സീസണിൽ ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കി ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അത് ഞാൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ബിഗ് ബോസിനകത്ത് പോസിറ്റീവ് കോണ്ടന്റുകൾ മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾക്കും ഇടമുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഗെയിം കളിക്കുന്നവർക്കും പുറത്ത് സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അക്ബറിന്റെ കാര്യത്തിൽ ഭയങ്കരമായ വ്യാപകമായ ഒരു സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും ഈ സീസണിൽ ഇപ്പൊ ഫൈനൽ വരെ എത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് അക്ബറിനുണ്ട്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അക്ബർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയതെന്നൊക്കെ ഞാൻ പല സ്ഥലത്തും കേട്ടിരുന്നു. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അക്ബർ ഈ സംസാരിച്ചത് നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് നിങ്ങൾ എപ്പിസോഡിൽ കാണുക. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അക്ബർ സംസാരിച്ചു. ഇതേപോലെ ഒരു ഷോയിൽ ഒരു പാട്ടുകാരൻ വന്നാല് നിലപാടുകൾ തുറന്നു പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് അക്ബറിനെ തെളിയിക്കാൻ പറ്റി. ആ രീതിയിലൊക്കെ അക്ബർ സംസാരിക്കുന്നുണ്ട്. മിററിൽ നോക്കി നിന്നിട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ തുറന്നടിച്ച് അക്ബർ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഇതായിരുന്നു ലൈവില് നടന്നത് കേട്ടോ.